ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ താൽപര്യം പ്രകടിപ്പിച്ച് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ബ്രഹ്മോസ് വാങ്ങുന്നതിന് ബ്രസീലും സിംഗപ്പൂരും അടക്കം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ ബ്രഹ്മോസ് വാങ്ങുന്നതിനായി ഇന്ത്യയുമായി കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത് ഫിലിപ്പീൻസാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തോടെ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധോപകരണങ്ങളുടെ ശക്തി ലോകത്തിന് മുന്നിൽ വ്യക്തമായതായാണ് വിലയിരുത്തൽ. ബ്രഹ്മോസിന് വേണ്ടി ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ, തായ്ലാന്റ്, ബ്രസീൽ, സിംഗപ്പൂർ, ബ്രൂണൈ, ബ്രസീൽ, ചിലി, അർജന്റീന, വെനിസ്വേല, ഈജിപ്ത്, സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ദക്ഷിണാഫ്രിക്ക, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത്. 2022 $375 മില്യൺ കരാറാണ് ഇന്ത്യയുമായി ഫിലിപ്പീൻസ് ഒപ്പുവെച്ചത്. തുടർന്ന് 2024 ഏപ്രിലിൽ ആദ്യഘട്ടം മിസൈലുകൾ കൈമാറിയിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഫിലിപ്പീൻസ് മറൈൻ കോർപ്സിന് ഫിലിപ്പീൻസ് നാവികസേന കൈമാറാനുള്ള മിസൈലുകൾ അയച്ചത്. ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൽ കൃത്യമായ ആസൂത്രണവും അളന്നുമുറിച്ചുള്ള ആക്രമണ ശൈലികൾക്കുമൊപ്പം തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങളും പ്രധാന പങ്കുവഹിച്ചു. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ദൂർ ഇടയാക്കിയെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ സുപ്രധാനമാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDOയുടെയും റഷ്യൻ ഫെഡറേഷന്റെയും NPO മഷിനോസ് ട്രോയയുടെയും സംയുക്തമായ സംരംഭമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ലോകത്തിൽ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ സുപ്രധാന സ്ഥാനമാണ് ബ്രഹ്മോസ് മിസൈലിനുള്ളത്. 2007 മുതൽ അതിവേഗ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശ്രേണിയുടെ ഭാഗമായി മാറി എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫിലിപ്പീൻസിനെ കണ്ടു തുടങ്ങിയത് ആ ഒരു അറേബ്യൻ രാജ്യത്ത് ജോലി ചെയ്യുന്ന ആ ഒരു കാലയളവിലാണ്. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഫിലിപ്പീൻസൊക്കെ ഇങ്ങനെ ആയുധം വാങ്ങിച്ചു കൂട്ടി അവർ സ്വരൂപിച്ച് വെച്ച് അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് അങ്ങനെ ഒരു കാത്ത് വെക്കുന്ന ഒരു സംഭവം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന സമയം ഫിലിപ്പീൻസിനൊക്കെ കാണുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യരായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഫിലിപ്പീൻസ് ആ ഒരു ആണുങ്ങളോടും പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ വളരെ സൗഹൃദപരമായിട്ടാണ് അവർ നമ്മളോട് സംസാരിക്കുക. നമ്മുടെ നാട്ടിലുള്ള ആ ഒരു മണിപ്പൂരികൾ എന്ന് പറയുന്ന ആ ഒരു പ്രദേശക്കാരും ഫിലിപ്പീൻസും ഒരേ രൂപത്തിലുള്ള ആളുകളാണ്. വളരെ ക്ഷമയോടുകൂടി ആ ഒരു ഏതൊരു വിഷയത്തെയും സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മൾ വിളിച്ച് നിന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മളോടൊപ്പം ചിരിച്ചു നിന്ന് സംസാരിക്കുന്ന വ്യക്തികളാണ്. നേപ്പാളീസും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 3 വിഭാഗക്കാരാണ് ഒരേ ആ ഒരു പ്രകൃതി ആ ഒരു രീതിയിൽ ഞാൻ കണ്ടത്. ഒരേ രൂപത്തിലുള്ള ആ ഒരു മനുഷ്യർ ഫിലിപ്പീൻസ്, മണിപ്പൂർ, അതുപോലെ തന്നെ നേപ്പാളി, ഈ 3 ഒരേ രൂപത്തിലുള്ള മനുഷ്യന്മാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ ചില സമയം ഒന്ന് ശങ്കിച്ച് നിൽക്കാറുണ്ട്. ഇത് ഫിലിപ്പീൻസ് ആണോ അതല്ലെങ്കിൽ നേപ്പാളി ആണോ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുമായിട്ട് വലിയ രൂപത്തിലുള്ള ആ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ഒരു വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പോയത്. കാരണം ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പോലും കഴിയുന്നില്ല. ഒരു പ്രശ്നങ്ങളുമില്ലാത്ത രാജ്യങ്ങളൊക്കെ ആയുധം ശേഖരിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കടന്ന കൈ തന്നെയാണ്. എന്തായാലും ഇന്ത്യയുമായിട്ട് ആ ഒരു കരാർ ഉറപ്പിച്ചു ഫിലിപ്പീൻസ്.
ആ ഒരു പൈസയൊക്കെ കൈമാറിയിട്ടുണ്ടാകണം എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗൾഫിൽ ജീവിച്ചിരിക്കുന്ന കാലം ഏറ്റവും കൂടുതൽ ഫിലിപ്പീൻസിൻ്റെ ആ എംബസി വളരെ സ്ട്രോങ് ആണ്. ഫിലിപ്പീൻസിന് എന്ത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ സാധാരണക്കാരായിട്ടുള്ള ഫിലിപ്പീൻസ് ജോലി ചെയ്യുന്ന ഇടം, അവർക്ക് ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിശക്തമായ രൂപത്തിലാണ് ഫിലിപ്പീൻസ് എംബസി ഇടപെടുക. അപ്പോൾ അമേരിക്കയുടെ ആ ഒരു നിഴലിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പീൻസ് എന്നാണ് എൻ്റെ ആദ്യകാല ആ ഒരു വിശ്വാസം. ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലാതെ ഇത്തരം രൂപത്തിലുള്ള ആ ഒരു സെറ്റപ്പിലേക്ക് ഫിലിപ്പീൻസ് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു രാജ്യമായിരുന്നു ഫിലിപ്പീൻസ്. എനിക്ക് ആ നാടൊന്ന് കാണണം എന്നുണ്ടായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ഗൾഫിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത്തരം ആളുകളോടൊക്കെയാണ് കൂടുതലും സൗഹൃദം പങ്കിട്ടിരുന്നത്. കാരണം നമ്മുടെ രാജ്യക്കാരോട് സൗഹൃദം പങ്കിടാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ആ ഒരു മികവ് തേടി ഓടിപ്പാഞ്ഞ് നടക്കുന്ന ആളുകളാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം അവർക്ക് മറ്റൊരാളെ ചവിട്ടിത്താഴ്ത്തി അവർക്ക് മുന്നേറണം എന്നുള്ള ചിന്താഗതിക്കാരാണ് മലയാളികളിൽ ഒട്ടുമിക്ക ആളുകളും. ചില ആളുകൾ നല്ല ആ ഒരു വ്യക്തികളുണ്ട്. എന്നിരുന്നാലും ഒരു 70-75% ആളുകളും അവർക്ക് സ്വന്തമായിട്ട് പണമുണ്ടാക്കി നാട്ടിൽ വലിയ ആഡംബര ആ ഒരു കൊട്ടാരവും അതുപോലെ തന്നെ വാഹന സംവിധാനവും, അവർ എക്കാലവും ഒരു ഗൾഫുകാരാണ് എന്നുള്ള ആ ഒരു മുദ്ര കുത്തിയിട്ടുള്ള ആ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്ന ആളുകളും. എനിക്ക് ഒട്ടനവധി ആളുകളെ വർഷങ്ങൾ ഗൾഫ് രാജ്യത്ത് നിന്നിരുന്ന വർഷങ്ങളായിട്ട് കഴിഞ്ഞുകൂടിയ ആളുകളെ എനിക്കറിയാം. അപ്പോൾ ഒരിക്കൽ ഞാൻ അബുദാബിയിൽ ഉണ്ടായിരുന്ന സമയം ഒരു 65 വയസ്സ് കാണും, ഒരു കാസർകോട്ടുകാരനാണ്. ഈ വ്യക്തി അവിടെ മറ്റേ ലേബർ ഓഫീസിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. പിന്നെ ലേബർ ഓഫീസിൽ നിന്നും അവർ വിരമിച്ചപ്പോൾ അവിടെ ഒരു വീട്ടിലെ ജോലിക്കാരനായിട്ട് കയറി. ഈ വ്യക്തി എന്തോ ഒരു അസുഖമായിട്ട് നാട്ടിൽ പോയി തിരിച്ചു വന്നു. അവിടുന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ പാസ്പോർട്ട് എക്സ്പയർ ആയിപ്പോയി. എക്സ്പയർ ആവാൻ ഒരു 2-3 മാസം കൂടിയുണ്ട്. പക്ഷെ ഇവരുടെ വിസ ആ ഒരു പാസ്പോർട്ടിൽ അടിക്കാൻ പറ്റില്ല. കാരണം 6 മാസത്തിന് മുകളിൽ, വളരെയധികം ശ്രദ്ധിച്ചോ, അറിവില്ലാത്ത ആളുകൾ ഗൾഫ് രാജ്യത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 6 മാസത്തിൽ കൂടുതൽ ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ 6 മാസത്തിൻ്റെ ഉള്ളിൽ 6 മാസം ആകുമ്പോഴേക്കും നമ്മൾ പാസ്പോർട്ട് അത് റിന്യൂവൽ ചെയ്യണം എന്ന് വളരെ കൃത്യമായി അറിയുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഈ എംബസി കാര്യങ്ങളും മറ്റുള്ള ആ ഒരു സംഭവങ്ങളിലൊക്കെ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് ഞാൻ. കാരണം നമുക്ക് ഒരു ഛേദവുമില്ലാത്ത കാര്യങ്ങളാണ്.